അപ്പോൾ ഇതാണ് ചെറിയം ദ്വീപ്. അത് കഴിഞ്ഞ് കൽപ്പേനി ദ്വീപിലേക്കുള്ള വഴിയാണ് കാണുന്നത്. മണലുകൾ കാണുന്നുണ്ടോ? ഇനി ഇപ്പോൾ ഷിപ്പ് ഓടുന്നതിനനുസരിച്ചാണ് ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദൂരമുണ്ട്. അത് മുമ്പ് അതൊക്കെ കൂടി ഒറ്റ ദ്വീപായിരുന്നു പോലും. പിന്നെ ഒരിക്കൽ തിരമാലകളോ വെള്ളപ്പൊക്കമോ കൊടുങ്കാറ്റൊക്കെ വന്നിട്ട് ഇങ്ങനെ മാറിയതാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും അവർ നടന്ന് പോകാറുണ്ട്. വേലിയിറക്കത്തിൻ്റെ സമയത്ത് അവർ ഈ ദ്വീപിൽ നിന്ന് മറ്റേ ദ്വീപിലേക്ക് നടന്നു പോകും എന്നാണ് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറേ കുട്ടി ദ്വീപുകളൊക്കെ ഇനി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ വഴിയിൽ ഒന്ന് നോക്കിയാൽ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഞാനിങ്ങനെ ഇവിടെ വെയിൽ ഈ ഭാഗത്തു നിന്നാണ് വരുന്നത്. അതുകൊണ്ട് എത്രമാത്രം ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയില്ല. യാതൊരു രക്ഷയില്ല വെയിലിനെ മറക്കാൻ. ഏതായാലും പരമാവധി കിട്ടുന്ന പോലെ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ആ ദ്വീപ് ഇവിടെ എൻട്രൻസ് ഇവിടെ കൈയാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവാണ്. അതിൻ്റെ ഇടയ്ക്കൊക്കെ കുറേ സ്ഥലങ്ങൾ മണലുണ്ട് കണ്ടോ. അതിൻ്റെ അപ്പുറത്ത് വെള്ളം പൊങ്ങി കാണുന്നുണ്ട്. ഇവിടെ എന്തായാലും ഒന്ന് ഇറങ്ങി കാണണം. ഇവിടെ ഇപ്പോൾ എനിക്ക് ഇറങ്ങാൻ പാസില്ല. ഏതായാലും നോക്കാം. ഇതാണ് കൽപ്പേനി ദ്വീപ്. ഇത് രണ്ടും തമ്മിലൊരു 2-2.5 കിലോമീറ്ററിന്റെ അകലം ഉണ്ടാവും തോന്നുന്നുണ്ട് എനിക്ക്. ദൂരമായതുകൊണ്ട് എത്രയാണെന്നൊരു മെഷർമെന്റ് കിട്ടൂലേ. എന്തായാലും നോക്കാം നമുക്ക്. ഈ കപ്പൽ മണിക്കൂറിൽ ഒരു 25 കിലോമീറ്റർ വേഗത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അങ്ങോട്ട് എത്തുന്ന സമയമാണ് ഇപ്പോൾ ഞാൻ ഏകദേശം കണക്കാക്കി പറയുന്നത്. ഏതായാലും ഈ ദ്വീപിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ നമുക്ക് സമയമുണ്ട്. 6 മണി വരെ ഇവിടെ വെയിറ്റിംഗ് ഉണ്ട്. ആ സമയത്തിനുള്ളിൽ നമുക്ക് ഈ ദ്വീപിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, ഏതായാലും അതാണ് ചെറിയം ദ്വീപ്. അങ്ങനെ ചെറിയം ദ്വീപിലേക്ക് കൽപ്പേനി ദ്വീപിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ കാഴ്ചയിൽ ഒരു വ്യൂ പോയിന്റിന് അകത്താണ് ഇത് രണ്ടും. അത് ഞാൻ ഈ ഒരു കപ്പലിൻ്റെ ഈ സൈഡിൽ നിൽക്കുന്നതുകൊണ്ടാണ് അത് അത്ര ഒറ്റക്കാഴ്ചയിൽ നമുക്ക് കിട്ടാത്ത. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ കാരണം ഒന്ന് വെയിൽ, രണ്ടാമത്തത് നമുക്ക് അതിൻ്റെ ലെങ്ത്ത് ഇങ്ങനെ കപ്പൽ ഓടിക്കൊണ്ട് തന്നെ മനസ്സിലാക്കാമെന്ന് കരുതിയിട്ടാണ്. വീഡിയോ ഇച്ചിരി ലെങ്ത്ത് കൂടിയാലും അങ്ങനെ മനസ്സിലാവുമല്ലോ എന്ന് കരുതിയിട്ടാണ്. ആ പച്ച നിറത്തിൽ കാണുന്ന വെള്ളം വളരെ ആയം കുറഞ്ഞ ലഗൂൺ ഭാഗങ്ങളാണ്. അവിടെ പലപ്പോഴും നമ്മളെ ഒരു അരക്കോ അല്ലെങ്കിൽ നെഞ്ചിനോ ഒക്കെ അറ്റം വെള്ളം ഉണ്ടാവുള്ളൂ. ആ ദൂരെ കാണുന്ന പച്ച ഭാഗത്ത്. അത് വീഡിയോയിൽ എത്രമാത്രം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഏതായാലും നോക്കാം നമുക്ക്. ഇവിടെയൊക്കെ നല്ല താഴ്ചയുണ്ട്. താഴ്ചയുള്ള ഭാഗത്താണ് നീല കളറിൽ വെള്ളം കാണുന്നത്. അതാണ് നമ്മളെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായത്. ഇതൊക്കെ എൻ്റെ പഠനത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും മനസ്സിലായ കാര്യങ്ങളാണ്. അല്ലാതെ ഇതൊന്നും സയന്റിഫിക്കലായിട്ട് തെളിയിച്ച കാര്യങ്ങളൊന്നും അല്ല. ഇതിലെ നടത്തുന്ന യാത്രകളിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. നമുക്ക് അനുഭവത്തിലും കാഴ്ചയിൽ പിന്നെ പച്ച വെള്ളം കളറ് ലൈറ്റ് ഗ്രീനാണെങ്കിൽ അവിടെ അടിഭാഗം കാണാൻ പറ്റുന്ന അത്ര ആയ ഉണ്ടാവുള്ളൂ. അത് ഡാർക്ക് ഗ്രീനായി വരുമ്പോൾ വീണ്ടും വീണ്ടും താഴ്ച കൂടും. അത് ബ്ലൂ ആവുമ്പോൾ നല്ല ആയക്കടലാവും. അത് എന്തായാലും ഇത് ആയക്കടലാണ്. അതുകൊണ്ടാണല്ലോ ഷിപ്പ് ഇതിൽ പോകുന്നത്. അതിനടുത്തു കൂടെ അല്ല പോകുന്നത്, കുറേ ദൂരെ കൂടെയാണല്ലോ. ഏതായാലും നമുക്ക് കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാൻ എന്താവും എന്നറിയാം. ഇതാണ് മറ്റേ ദ്വീപ്. അതിൻ്റെ ഇടയ്ക്ക് കുട്ടി ദ്വീപുകളുണ്ട്. കണ്ട കല്ലുകളൊക്കെ പൊങ്ങി കാണുന്നുണ്ട്. ഇതൊക്കെ കൂടി ഒന്നായിട്ടായിരുന്നു ഇരുന്നത് എന്നാണ്. അത് വിട്ടുപോയതായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും നമുക്ക് അടിയിൽ തന്നെ നോക്കിയാൽ കാണാം. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രമാത്രം അത് മനസ്സിലാവുമെന്നറിയില്ല. ഈ വെയിൽ കാരണം വീഡിയോയിലെ പിന്നെ ക്യാമറയിലേക്ക് വെയിൽ പതിക്കുന്നതുകൊണ്ട് കറക്റ്റായിട്ട് മനസ്സിലാവാൻ സാധ്യത കുറവാണ്. പിന്നെ എൻ്റെ ശബ്ദം എത്രമാത്രം കേൾക്കുന്നുണ്ടെന്ന് അതും പറയാൻ പറ്റൂല.
ഏകദേശം ആ ദ്വീപിന്റെ അറ്റത്ത് നിന്ന് ഇവിടത്തേക്ക് പകുതി ദൂരം കഴിയാൻ തന്നെ ഒരു 5 മിനിറ്റ് സമയത്തു. ഇപ്പൊ കപ്പൽ സ്ലോ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കപ്പൽ സ്ലോ ആയിട്ടുണ്ട്. ദ്വീപിനടുത്തെത്തുമ്പോഴത്തേക്ക് സ്ലോ ആയി വരികയാണ്. ഇപ്പോൾ ഈ കാണുന്നത് അതിന്റെ ഇടയ്ക്കുള്ള ഒരു കുട്ടിദ്വീപാണ്. ഈ 2 ദ്വീപുകളുടെ ഇടയ്ക്കൊരു കുട്ടിദ്വീപ്. ഒന്നൊന്നല്ല, ചെറിയ ചെറിയ ദ്വീപുകൾ കല്ല് പോലെ ഒരുപാടുണ്ട്. ഒരുപാട് കല്ലുകൾ 1, 2, 3, 4 എണ്ണാൻ പറ്റില്ല, അത്ര ഉണ്ട്. അതായത് നമ്മളെ രാമസേതു പാലത്തെ പോലെ കൊണ്ട് പറഞ്ഞ പോലെ കുറെ കല്ലുകളുണ്ട്. സുബ്ഹാനക മാ ലാ ഖലഖത ബാതിൽ. അപ്പോൾ ഏകദേശം നമ്മൾ മറ്റേ ദ്വീപിന്റെ എൻട്രൻസിലേക്ക് കടന്നു. ഇനി ഞാൻ വീഡിയോ ഓഫ് ചെയ്യാണ്. ഇനി എന്തെങ്കിലും അത്ഭുതകരമായ കാഴ്ച ഉണ്ടാകുമ്പോൾ ഞാൻ ഇട്ട് തരാം കേട്ടോ. ഓക്കെ.